ഓക്കെ, നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡോജി ക്യാൻഡലിനെ കുറിച്ചാണ്. അപ്പോൾ ഇതും ഒരു റിവേഴ്സൽ പാറ്റേണിനാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റിവേഴ്സൽ പാറ്റേൺസിനെ കുറിച്ചാണ്. കാൻഡൽസ്റ്റിക് റിവേഴ്സൽ പാറ്റേൺസ്, ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഹാമറും ഹാങ്ങിങ് മാനും. അപ് ട്രെൻഡിൽ മാർക്കറ്റിൽ ഇതാണ് ഹാങ്ങിങ് മാൻ. ഈ ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ. ഓക്കെ, ഡോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിൽ ഓപ്പണിംഗ് പ്രൈസും ആൻഡ് ക്ലോസിംഗ് പ്രൈസും ഓൾമോസ്റ്റ് സെയിം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് സെയിം. അതായത് ഒരു മാർക്കറ്റിൽ ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത് ഇപ്പോൾ ഇതൊരു നോർമൽ ക്യാൻഡിലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഡോജി ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് ഡോജി ക്യാൻഡിൽ. ഇത് നോർമൽ ക്യാൻഡിൽ, ഇത് നോർമൽ ക്യാൻഡിലാണെങ്കിൽ ഇത് ഡോജി ക്യാൻഡിൽ. ഓക്കെ, അതായത് മാർക്കറ്റ് ഇവിടെ ഓപ്പണായി, എന്നിട്ട് ഹൈയിലേക്ക് പോയി, അതുപോലെ തന്നെ താഴോട്ട് വന്നു, താഴെ ലോ മാർക്ക് ചെയ്തു, ലോയിൽ ടച്ച് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്തു, അഗെയിൻ ഇവിടുന്ന് മാർക്കറ്റ് ഹൈയിലേക്ക് തന്നെ പോയിട്ട് ഇവിടെ തന്നെ ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഗ്രീൻ കളർ ക്യാൻഡിൽ. ബോഡി എന്ന് പറയുമ്പോൾ വെരി ലെസ്. ഡോജി ക്യാൻഡിൽ ഒരു ഇൻഡിസിഷനാണ്, നമ്മൾ മാർക്കറ്റിലെ ഇൻഡിസിഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കാരണം ബയേഴ്സ് ആയാലും സെല്ലേഴ്സ് ആയാലും എന്താണ്, ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. കാരണം ബോഡി നോർമൽ ക്യാൻഡിൽ വെച്ചിട്ട്, നോർമൽ ക്യാൻഡിൽ ബിഗ് ക്യാൻഡിൽസ് ഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനൊരു ക്യാൻഡിലായിരിക്കും ഫോം ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ക്യാൻഡിൽസ്, ഇങ്ങനത്തെ ക്യാൻഡിൽസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിനർത്ഥം എന്താണ്, ഇവിടെ ഇൻഡിസിഷൻസാണ്. അതായത് എങ്ങോട്ടാണ് ബയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സിന് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു ഡിസിഷൻസ് മാർക്കറ്റില്ല. എന്ത്, ലെസ് വോളിയം ആയിരിക്കും, ലെസ് ട്രേഡിങ് വോളിയം ആയിരിക്കും. ഓക്കെ, റിവേഴ്സൽ പാറ്റേൺ ആയുള്ള ഈ എല്ലാം റിവേഴ്സ് പാറ്റേണിലെ ഹാമർ ആയാലും ഡോജി ആയാലും എല്ലാം ഒരു മൊമെൻ്ററി പോസാണ് നമുക്ക് ഇൻഡിക്കേഷൻ ചെയ്യുന്നത്. അതായത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെൻഡ് മേ ബി ഒരു ഡ്യൂറേഷനിൽ ഇവിടെ ഇങ്ങനെ പോസ് ചെയ്യാം, എന്നിട്ട് പിന്നെയും കണ്ടിന്യൂ ട്രെൻഡ് പോകാം. അതർവൈസ് എന്താണ്, ഒരു ഡൗൺ പാറ്റേൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റിവേഴ്സ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ എന്താണ്, അതൊരു ഇൻഡിക്കേഷനാണ്. എന്താണ്, മേ ബി ഇവിടെ നിന്ന് ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു സ്റ്റോപ്പ് എടുത്ത് പിന്നെയും താഴോട്ട് വരാം. ഒരു മൊമെൻ്ററി പോസ് അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച്. മൊമെൻ്ററി പോസ് അല്ലെങ്കിൽ ഡയറക്ഷൻ ചേഞ്ച്. മൊമെൻ്ററി പോസ്, അതർവൈസ് എന്താണ്, ട്രെൻഡ് കണ്ടിന്യൂവേഷൻ. ഇൻ ദി സിനാറിയോയിൽ എന്താണ്, മൊമെൻ്ററി പോസ് എന്ന് പറയുമ്പോൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, സ്റ്റോപ്പായി, പിന്നെ ട്രെൻഡ് കണ്ടിന്യൂ. ഇതാണ് ചാൻസസ്. ഓക്കെ, അടുത്ത് നമുക്ക് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ആണ് പറയുന്നത്.
ആണ് ടൈപ്സ് ഓഫ് ഡോജി. ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് ഡോജി, അല്ലെങ്കിൽ സ്റ്റാർ ഡോജി എന്ന് പറയും. എങ്ങനെ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് ഇങ്ങനെ ഈക്വലായിട്ട്. ഓക്കെ, രണ്ടാമത്തെന്ന് പറയുമ്പോൾ ലോങ് ലെഗ് ഡോജി. അതായത് ഇങ്ങനെ ലെഗ് ലോങ് ആയിരിക്കും, ബോഡി മേലെ കാല്. ഓക്കെ, കാല് ഇതിന് ലെഗ്. മൂന്നാമത്തെന്ന് പറയുമ്പോൾ ഗ്രേവ് സ്റ്റോൺ ഡോജി. എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും. നാലാമത്തെ ഡ്രാഗൺ ഫ്ലൈ ഡോജി. ഡ്രാഗൺ ഫ്ലൈ ഡോജി, ബോഡി ഇവിടെ. അഞ്ചാമത്തെന്ന് പറയുമ്പോൾ പ്രൈസ് ഡോജി. എക്സാമ്പിൾ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് 5 ടൈപ്പ് ഡോജി. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും ഡോജിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ, ഇതാണ് 5 ടൈപ്പ് 5 ടൈപ്പ് ഡോജീസ്. ക്ലാസിക് ഡോജി, രണ്ടാമത് ലോങ് ലെഗ് ഡോജി, ഡ്രാഗൺ ഫ്ലൈ ഡോജി, ഗ്രേവ് സ്റ്റോൺ ഡോജി, ഫോർ പ്രൈസ് ഡോജി. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾ കണ്ടോ? അത് ലോങ് ലെഗ് ഡോജിക്ക് ഒരു എക്സാമ്പിൾ കണ്ടോ? ഇത് ഡൗൺ ട്രെൻഡിൽ ഫോമായി, പിന്നെ ക്യാൻഡിൽ അപ്പ് സൈഡിലേക്ക് കൺഫർമേഷൻ കിട്ടി, മേലോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. കണ്ടോ ഗ്രീൻ ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നത്? ഓക്കെ, ഇതാണ് ഒരു എക്സാമ്പിൾ. രണ്ടാമത്തെ എക്സാമ്പിൾ നമ്മൾ ഒരു ഡോജി ക്യാൻഡിൽ കണ്ടോ, അത് കഴിഞ്ഞ് ട്രെൻഡ് റിവേഴ്സൽ സംഭവിച്ചിരിക്കുന്നത്. ഇതും ലോങ് ലെഗ് ഡോജി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജിയുടെ എക്സാമ്പിൾ കണ്ടോ? ഡ്രാഗൺ ഫ്ലൈ ബോട്ടം ഫോം ചെയ്തു, അതിനുശേഷം ബുള്ളിഷ് റിവേഴ്സൽ ഫോർമേഷൻ, എൻറ്റയർലി അപ്പ് ട്രെൻഡിലേക്ക് മൂവ് ചെയ്യും. ഒരു ഡോജി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചാർട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ചെയ്തു, ഹൈ സ്വിങ്, അതായത് ഹൈ ആയിട്ട് എടുത്തു, അത് കഴിഞ്ഞ് പിന്നെ ലോയിൽ വന്നിട്ട് പിന്നെയും ക്ലോസ് ചെയ്യുന്നു. പിക്ചറൈസേഷനാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, 1-2 എക്സാമ്പിൾ കൂടെ കാണിച്ചു തരാം. ഇതിനകത്ത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡോജി കാണുന്നുണ്ടോ? ഒന്ന് നന്നായി നോക്കി, ഡോജി ക്യാൻഡിൽസ് കാണുന്നുണ്ടോ നോക്ക്. ഇതിൽ ടോപ്പിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് യെല്ലോ ലൈനിൽ റൗണ്ട് ചെയ്തിട്ട്. അതിനുശേഷം അതിൻ്റെ ട്രെൻഡ് കണ്ടോ, താഴോട്ടേക്ക് വന്നിരിക്കുന്നത്. 1 ഡേ ക്യാൻഡിൽസ് ആണിത്, ടൈം ഫ്രെയിം 1 ഡേയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമേഷൻ ഫോളോഡ് ബൈ ഡൗൺ ട്രെൻഡ് കാണുന്നുണ്ടല്ലോ, വിസിബിൾ അല്ലേ? ഓക്കെ, ഇതിൽ കാണുന്നുണ്ടോ? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്ന് നോട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് ഗ്രേവ് സ്റ്റോൺ ഡോജി. ഓക്കെ, ഗ്രേവ് സ്റ്റോൺ ഡോജിയാണ് ഇൻഡിക്കേറ്റ് ചെയ്ത് കറക്റ്റ് വിസിബിൾ അല്ലേ? ഒരു അപ്പ് ട്രെൻഡ് ഗ്രേവ് സ്റ്റോൺ ഡോജി ഫോം ചെയ്യുന്നു. ഒരു കംപ്ലീറ്റ് ഡൗൺ ട്രെൻഡ് അല്ല, പക്ഷേ ഒരു ഷോർട്ട് ഡ്യൂറേഷനിലേക്ക് ഡൗൺ ട്രെൻഡിലേക്ക് പോകണം. അതായത് 4 ദിവസത്തേക്ക് പോകാം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഡ്രാഗൺ ഫ്ലൈ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോജി കാണുന്നുണ്ടോ? കണ്ടോ, ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നു ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി. ദെൻ എന്താണ്, മാർക്കറ്റ് അപ്പ് ട്രെൻഡിലേക്ക് പോകുന്നു. അപ്പോൾ എക്സാമ്പിൾസ് കാണിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ്സിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ടൈപ്പ് ഡോജി ക്യാൻഡിൽ സ്റ്റാർ ഡോജി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡോജി. സ്മോൾ ബോഡിയാണ്, അത് നമ്മൾ നോർമൽ എല്ലാ ക്യാൻഡിലും സ്മോൾ ബോഡി. ഓൾമോസ്റ്റ് ഈക്വൽ വിക്കായിരിക്കും, അതായത് വിക്കിൻ്റെ ലെങ്ത് സെയിം ആയിരിക്കും. അപ്പോൾ അതിനർത്ഥം ബയേഴ്സും സെല്ലേഴ്സും ഓൾമോസ്റ്റ് കോമ്പറ്റീഷനിൽ ഈക്വൽ പാർട്ടിസിപ്പേഷനാണ്. ഒരു ഇമേജ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്റ്റേണൽ ഇൻഡിസിഷൻ. ഓക്കെ, ഇത് നോർമലായിട്ടൊരു സ്ലൈഡ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡിസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മാർക്കറ്റ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല ഇപ്പോൾ. കറണ്ടിലൊരു ഐഡിയ ഇല്ല. ഓക്കെ, അടുത്ത നമ്മുടെ സ്ലൈഡ്സ് ഗ്രേവ് സ്റ്റോൺ ആണ്. ഓക്കെ, ഗ്രേവ് സ്റ്റോൺ ഡോജിയിൽ എന്താ സംഭവിക്കുന്നത്? ഇതും സ്മോൾ റേഞ്ച് ബോഡി തന്നെയാണ്. രണ്ടാമത്തത് ലോങ് അപ്പർ വീക്കായിരിക്കും. പിന്നെ ഇറ്റ് ഈസ് എ റിവേഴ്സൽ പാറ്റേൺ, സ്റ്റിൽ കൺസിഡർ വെൻ ഇറ്റ് ഈസ് ഇൻ അപ്പ് ട്രെൻഡ് പാറ്റേൺ.
ഓക്കെ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അപ് ട്രെൻഡിൽ ഇത് ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ബെറ്ററാണ്. കാരണം അപ് ട്രെൻഡിൽ ഫോം ചെയ്യുമ്പോൾ നമുക്കൊരു റിവേഴ്സൽ ഇൻഡിക്കേറ്ററായിട്ട്, അതായത് ബിയറിഷ് സിഗ്നലായിട്ട് നമുക്ക് എടുക്കാം. അതായത് മാർക്കറ്റ് താഴോട്ടേക്ക് ഡൗൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതാണ് നാലാമത്തെ ബിയറിഷ് ഇൻഡിക്കേഷനാണ്. ഓക്കെ, അതായത് ഒരു ഗ്രേവ് സ്റ്റോൺ, അതായത് നമ്മൾ ശവക്കല്ലറയിൽ നമ്മൾ ശവക്കല്ലറ മാർക്ക് ചെയ്യാറില്ലേ, അത് സിമ്പിൾ എന്താണ് സിമ്പിളുമായിട്ട് താരതമ്യം ചെയ്യാവുന്നതാണിത്. അതുകൊണ്ടാണ് അതത് മാർക്ക് ചെയ്യുമ്പോൾ പേര് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തത് അപ് ട്രെൻഡിൽ നോട്ട് എ ഗുഡ് സൈൻ. ഓക്കെ, അതായത് ബൈ ചെയ്യാൻ ഫർദർ എന്താണ് ബൈ ചെയ്യാനുള്ള അപ് ട്രെൻഡിൽ നോട്ട് എ ഗുഡ് സൈൻ. ഓക്കെ, അപ് ട്രെൻഡിൽ നോട്ട് എ ഗുഡ് സൈൻ ടു ബൈ, mainly big time frame. Mainly big time frame for overlays. ഇതാണ് ഒന്നാമത്തെ. രണ്ടാമത്തത് bulls losing their power, their control or power, anything, their control or power, anything. Okay, bears are in control comparatively. Okay, they will push lower. ഓക്കെ, നമുക്ക് ഡൗൺ ട്രെൻഡിൽ നോക്കാം. ഡൗൺ ട്രെൻഡിൽ എന്ത് സംഭവിക്കുന്നത് നോക്കട്ടെ. ഡൗൺ ട്രെൻഡിൽ continuation of the trend ആയിരിക്കും. അതർവൈസ് chance to shift sideways. Not a strong bottom confirmation. ഓക്കെ, ഇത്രയും മാർക്ക് ചെയ്തൊക്കെ. ഓക്കെ, അടുത്തത് നമ്മുടെ ഡ്രാഗൺ ഫ്ലൈ ഡോജി. ഓക്കെ, ലോങ് ലെഗ് ഡോജി മിസ്സിംഗ് ആണ്, അത് നമുക്ക് ലാസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. സെയിം, അതായത് സ്മോൾ റേഞ്ച് ബോഡി ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ പെർട്ടിക്കുലർലി ഒരു ഷേപ്പ്, അതായത് ടി ഷേപ്പ് നമുക്ക് പറയാം. അതായത് ഡോജി ക്യാൻഡിൽ സ്റ്റിക്ക് ഇതിൻ്റെ ടി ഷേപ്പ് സ്ട്രക്ചർ ആയിരിക്കും. ഞാൻ പിക്ചർ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. നോർമലി ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് കാണാറില്ല. പിന്നെ എന്താണ്, ഒരു ബുള്ളിഷ് റിവേഴ്സൽ ക്യാൻഡിലാണ്. അത് കമ്പാരിറ്റീവ്ലി ബുള്ളിഷ് അപ് ട്രെൻഡിൽ ബിയറിഷിനും ഡൗൺ ട്രെൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ ഇത് ബുള്ളിഷ് എന്നുമാണ് പറയാറ്. പക്ഷേ നമുക്ക് ഏറെക്കുറെ ഇതിനെ ബുള്ളിഷായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ക്യാൻഡിൽ സ്റ്റിക്ക് സൈക്കോളജി എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നാണ്. ഓരോ ക്യാൻഡിലും എങ്ങനെയാണ് ഫോം ആവുന്നതെന്ന് ഒന്ന് ഓർമ്മിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ഈ ടീ ക്യാൻഡിൽ ഫോം ആവാനുള്ള കാരണം എന്താണ്. ഈ ടീ ക്യാൻഡിൽ ഫോർമേഷനിൽ സ്ട്രക്ചറിൽ ഒരു ക്യാൻഡിൽ ഫോം ആവണമെങ്കിൽ എന്തായിരിക്കും കാരണം? ഒരു 2 മിനിറ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് ആലോചിക്കുക. അതിനുശേഷം ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ക്യാൻഡിലിൻ്റെ സെൻറ്റിമെൻറ്റ്സ്, ക്യാൻഡിൽ എന്താണ് സൈക്കോളജി, അതായത് ഒരു ടീ സ്ട്രക്ചറിലാണ് ആ ഫോം ചെയ്തത്. അപ്പോൾ അതായത് ക്യാൻഡിൽ ഓപ്പൺ
ഒരു ക്യാൻഡിൽ ഓപ്പൺ ആകുമ്പോൾ ഇവിടെയാണ് ഓപ്പൺ ആയിരിക്കുന്നത് അല്ലേ. അതിനുശേഷം ക്യാൻഡിൽ താഴോട്ട് വന്നു. എന്തുകൊണ്ടാണ് താഴോട്ട് വരാൻ കാരണം സെല്ലേഴ്സ് ആണ് മാർക്കറ്റിന് ഡ്രാഗ് ചെയ്ത് താഴോട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഇവിടുന്ന് എന്തോ ഒന്ന്, അതായത് എന്തോ ഒന്ന് മീൻസ് ബയേഴ്സ് അല്ലാതെ വേറെ ആരാ, ബയേഴ്സ് എന്ത് ചെയ്തു, മാർക്കറ്റിനെ പിന്നെയും പുഷ് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു, സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത്തിനേക്കാൾ കൂടുതൽ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത്ത് വന്നതുകൊണ്ടാണല്ലോ മാർക്കറ്റ് അപ്പ് പോയത്. അപ്പോൾ എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ബയേഴ്സാണ് മോർ പവർഫുൾ. സെല്ലേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ താഴോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ അപ്പോൾ ഇൻ കേസ് ഒരു ക്യാൻഡിൽ ഫോം ആയിക്കഴിഞ്ഞാൽ ഇതിനെ ഇനിയും ഇതിൻ്റെ താഴെ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ബയേഴ്സ് ഉണ്ട്. അപ്പോൾ അടുത്ത ഫോം ചെയ്യുന്ന ക്യാൻഡിൽ ഇങ്ങോട്ടേക്ക് പിന്നെയും പോകണം. അപ്പോൾ എന്ത് ചെയ്യും, ബയേഴ്സിന് പേടിയാവും. അപ്പോൾ അത് പിന്നെയും മാർക്കറ്റ് താഴോട്ട് പോകും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോൾ താഴോട്ടേക്ക് പോകും. പക്ഷേ ചാൻസ് ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യണം. ഇതിനെ പക്ഷേ മോർ ഓവർലി താഴോട്ട് വരുന്ന സാധനത്തിനെ, താഴോട്ട് വരുന്ന മാർക്കറ്റ്, ഡൗൺ ട്രെൻഡിൽ വരുന്ന മാർക്കറ്റിനെ ഇതിനെ മേലോട്ട് പിന്നെ പുഷ് ചെയ്യാനുള്ള സ്ട്രെങ്ത്ത് ഇവിടെയുള്ള ബയേഴ്സിനുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്താണ്, അപ്പോൾ നമുക്ക് ബൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നോർമൽ ക്യാൻഡിൽ സ്റ്റിക്സിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്താണ് ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം. ഇവിടെ എന്താണ് ഇത് നമുക്ക് SL ആയിട്ട് പ്ലേസ് ചെയ്തിട്ട്, നമുക്ക് മോർ ഓവർ ബൈ ഓർഡറിൽ പ്ലേസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് ഒരു ക്യാൻഡിലിൻ്റെ സെൻറ്റിമെൻറ്റ്സ്, ക്യാൻഡിലിൻ്റെ സൈക്കോളജി, എന്തുകൊണ്ടാണ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് നമ്മൾ ആലോചിക്കണം. നമുക്ക് ലാസ്റ്റ് ഡോജി ക്യാൻഡിലിൽ ലോങ് ലെഗ് ഡോജിയാണ്. കാരണം പ്രൈസ് ഡോജിയെ നമ്മൾ വലിയ കൺസിഡർ ചെയ്യില്ല, കാരണം അത് ലെസ് വോളിയം നമുക്ക് ട്രേഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്തത് ലോങ് ലെഗ് ഡോജിയാണ്. ലോങ് ലെഗ് ഡോജിയും ഒരു റിവേഴ്സൽ ക്യാൻഡിലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലോങ് ലെഗ് ഡോജിൽ സ്മോൾ ബോഡി തന്നെയാണ്. അപ്പർ വിക്ക് അതായത് മീൻസ് കമ്പാരിറ്റീവ്ലി ലെസ് ആയിരിക്കും, ലോവർ വിക്കിനേക്കാളും ലെസ് ആയിരിക്കും. ഇറ്റ് ഈസ് എ റിവേഴ്സൽ പാറ്റേൺ, സ്റ്റിൽ കൺസിഡർ വെൻ ഇറ്റ് ഈസ് ഇൻ ഡൗൺ ട്രെൻഡ് പാറ്റേൺ. ഓക്കെ, ഡൗൺ ട്രെൻഡിലാണെങ്കിൽ നമുക്കിതിനെ ബുള്ളിഷ് റിവേഴ്സലായിട്ട് കൺസിഡർ ചെയ്യാം. ബെറ്റർ എന്താണ്, ഇത് നോർമലി ക്യാൻഡിൽസൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത്, ഡോജി ക്യാൻഡിൽസ് പറയുമ്പോൾ ഒക്കെ പറയുന്നത് അപ്പ് ട്രെൻഡിൽ ഫോം ചെയ്യണമെങ്കിൽ റിവേഴ്സായിട്ട് ഡൗൺ ട്രെൻഡിലേക്ക് വരാം, അല്ലെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, റേഞ്ച് ബൗണ്ട് ആവാം. അല്ലാത്ത പക്ഷം ഇത് ഡൗൺ ട്രെൻഡിലാണ് ഫോം ചെയ്തത്, താഴോട്ട് വരുന്ന മാർക്കറ്റിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു കൺസിഡറേഷൻ എടുക്കാം മേലോട്ട് ഒരു വിത്ത് കൺഫർമേഷൻ നമ്മൾ എങ്ങനെ എടുക്കുന്നു നമുക്ക് വരും ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഈ ക്യാൻഡിൽസ് ശ്രദ്ധിക്കുക, ഇതിൻ്റെ സൈക്കോളജി എന്തായിരിക്കും. അപ്പോൾ ഞാൻ പറയുകയാണിത് ബെറ്റർ ബുള്ളിഷ് പാറ്റേൺ, അതായത് ബുള്ളിഷ് മൂവിലേക്ക് പോകുന്ന മാർക്കറ്റിലാണ് നമ്മളിതിനെ കൺസിഡർ ചെയ്യേണ്ടത്. എന്തുകൊണ്ടായിരിക്കാം, കാരണം മാർക്കറ്റിനെ നന്നായിട്ട് പുഷ് ചെയ്തു, ഒരു വലിയൊരു ലെഗ് ഫോം ചെയ്യാൻ നോക്കി സെല്ലേഴ്സ്. പക്ഷേ എന്തുകൊണ്ട് നടന്നില്ല, കാരണം ബുള്ളിഷ് സ്ട്രെങ്ത്ത് കാണിച്ച് അവർ അതിനെ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി. കമ്പാരിറ്റീവ്ലി ഒരു ഡ്രാഗൺ ഫ്ലൈ അല്ല സംഭവിച്ചതെങ്കിലും, പക്ഷേ ഇതൊരു ബുള്ളിഷ്, ഇൻ കേസ് ഡൗൺ ട്രെൻഡിൽ ലോങ് ലെഗ്ഡ് ഫോമേഷൻ വരികയാണെങ്കിൽ നമുക്ക് ഒരു ബുള്ളിഷ് സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം വിത്ത് കൺഫർമേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ഡോജി ക്യാൻഡിൽസൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുക, നോട്ട് ചെയ്യുക, എന്നിട്ട് ഓരോന്ന് ക്ലിയർ ആക്കിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറയുക.